ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. ഞാൻ UP പോയപ്പോഴുള്ള ഒരു സൂപ്പർ മാർക്കറ്റാണ് ഫ്രൂട്ട്സിൻ്റെ. ഹോൾസെയിൽ മാർക്കറ്റാണ്. ആപ്പിള്, അതുപോലെ തന്നെ മാതളം എന്ന് വേണ്ട എല്ലാ ഫ്രൂട്ട്സ് ഐറ്റംസും ഏറ്റവും കൂടുതൽ ഉത്തരേന്ത്യയിൽ നിന്നാണ് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത്. കേരളത്തിൽ വരുമ്പോൾ അതിൻ്റെ വില നമുക്കറിയാൻ കഴിയും. പക്ഷേ ഇവിടെ വളരെ കുറഞ്ഞ വിലയാണ്. വെറും 60 രൂപയാണ് ആപ്പിളിനൊക്കെ കിലോ വരുന്നത്. അതുപോലെ തന്നെ തണ്ണിമത്തന് ശകലം വില കൂടുതലാണ്. കാരണം ഇത് നമ്മളുടെ ഏറ്റവും കൂടുതൽ തമിഴ്നാട് ഭാഗത്തു നിന്നാണ് അങ്ങോട്ട് പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ പപ്പായ, ഇങ്ങനെയുള്ള സാധനങ്ങൾ ധാരാളം അവിടെ ഉണ്ട്. വളരെ ചെറിയ റേറ്റേ ഉള്ളൂ. ഇത് എടുത്തിട്ടാണ് അതിൻ്റെ അടുത്ത മാർക്കറ്റുകളിൽ ഏകദേശം 100 രൂപയ്ക്ക് കിലോ കണക്കിന് അവർ വിൽക്കുന്നുണ്ട്. 60 രൂപയുടെ ഹോൾസെയിൽ റേറ്റ് ആണെങ്കിലും പുറത്ത് അവർ വേറെ മാർക്കറ്റുകളിൽ അടുത്ത ഡൽഹിയിലും മറ്റുമൊക്കെ ചെന്ന് കൊണ്ടുവന്ന് വിൽക്കുമ്പോൾ അവർക്കത് 100 രൂപയോളം വരും. ആ മുന്തിരി, പച്ച മുന്തിരി, നല്ല മുന്തിരിയാണ്, പക്ഷേ 20 രൂപയേ ഉള്ളൂ കിലോ. ഞാൻ അന്തം വിട്ടുപോയി. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നാട്ടിലെ മുന്തിരി അന്ന് 100 രൂപയ്ക്ക് മുകളിൽ വിലയുണ്ടെന്ന്. 100-120 രൂപയ്ക്ക് മുകളിൽ ഞാൻ അവിടെ പോയ സമയത്ത് വിലയുണ്ട്. അതെല്ലാം കയറ്റി പല പല സ്ഥലങ്ങളിലേക്ക് പോകുന്ന ഓട്ടോറിക്ഷകളാണ്. ഇവിടുന്ന് ചെറിയ മിനി മാർക്കറ്റുകളിലേക്കും അതുപോലെ ചെറുകിട കച്ചവടക്കാരൊക്കെ ഇവിടെ വന്ന് എടുത്തുകൊണ്ട് പോയിട്ടാണ് പുറത്ത് കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്നത്. സൈക്കിളിലും ചെറിയ ചെറിയ റിക്ഷകൾ ഇതുപോലത്തെ സ്ഥലങ്ങളുണ്ട്. പിന്നെ തെരുവുകളൊക്കെ രാവിലെ എപ്പോഴും ലൈവാണ്. പിന്നെ അത്ര വൃത്തി പോരാ. എങ്കിലും രാവിലെ തന്നെ കുട്ടികൾ, നമുക്കത് കാണിക്കാൻ പാടില്ല എങ്കിലും അവിടുത്തെ കുട്ടികളൊക്കെ ബാലവേല എന്ന് പറയുന്നൊരു സംവിധാനം അവിടെ ഇല്ല. അത് കേരളത്തിൽ അത് വളരെ ശക്തമാണെങ്കിലും ഇവിടെ ഇല്ല. കുറേ ആളുകളുണ്ടോ അത് കൂടിയിരുന്ന് കഞ്ച ഉപയോഗിക്കുന്നതാണ്. ഇവിടെയാണെങ്കിൽ അന്ന് തന്നെ ജയിലിലാവും. പിന്നെ കുട്ടികൾ കണ്ടോ രാവിലെ തന്നെ ആക്രി ഉറക്കാൻ ഇറങ്ങും. സ്കൂളുകളിലൊന്നും പോകത്തില്ല. ഈ ഓടയിൽ നിന്നൊക്കെ ചപ്പും ചവറും പറക്കും. അങ്ങനെ ഇവരൊന്നും പഠിക്കാൻ പോകുന്ന കുട്ടികളല്ല. സ്കൂളിൽ ഇവർ പോകാറേ ഇല്ല. ഒന്നും ഇന്നേ വരെ പോയിട്ടില്ലാത്ത കുട്ടികളാണ്. ഇതാണ്ടോ വളരെ ചെറിയ കുട്ടികൾ. പിന്നെ അന്ന് തന്നെ ഞാൻ അവിടെ നിന്ന് തിരിച്ചു കയറി. അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അന്ന് തന്നെ അവിടുന്ന് തിരിച്ചു കയറി. ഇത് കൃഷ്ണ നദി ബ്രേക്ക് ചെയ്യുന്നതാണ്. നമ്മളുടെ വിജയവാഡ എത്തി. അപ്പോൾ കൃഷ്ണ നദി ബ്രേക്ക് ചെയ്യുന്നതാണിത്. അതൊരു വളരെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സിറ്റിയാണ് വിജയവാഡ. ഐ ലവ് യു മൈ ഇന്ത്യ.